ഹായ് ഓൾ, വെൽക്കം ടു AZB അക്കാഡമി. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ചിഞ്ചുമ. നമ്മുടെ SSC MTS 2025 എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ എല്ലാവരും അറിഞ്ഞു കാണും. ഫെബ്രുവരി 4-ന് SSC MTS എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇനി പറയുകയാണെങ്കിൽ കഷ്ടിച്ചൊരു 15 to 20 ഡേയ്സിനകം ഉണ്ട്. അപ്പോൾ ഇനി എല്ലാവർക്കും ആ ഫെബ്രുവരി 4-ന് തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യില്ല, കുറച്ച് ദിവസങ്ങളുണ്ട്. എന്തായാലും നിങ്ങൾക്ക് മുന്നിൽ ഒരു 15 മുതൽ 20 ദിവസം വരെ നിങ്ങളുടെ എക്സാം. അപ്പൊ ഒരു ലാസ്റ്റ് റൗണ്ട് എന്താണ് പ്രിപ്പറേഷൻ അല്ലെ, അവസാനത്തെ ഒരു ഈ പാച്ചിലാണ് ഇനി വരുന്ന എക്സാമിന്. ലാസ്റ്റ് ടൈം എല്ലാം കൂടെ ഓടി ഇമ്പോർട്ടന്റ് ഭാഗം ഏതാണെന്നൊക്കെ നോക്കി ഓരോ യൂട്യൂബ് ഒക്കെ നോക്കിയിട്ട് ഏതൊക്കെ പോയിന്റ് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ സെർച്ച് ചെയ്യുന്ന ഒരു ടൈമാണ് കുറച്ച് പേരെങ്കിലും. അപ്പൊ കുറച്ചു പേരല്ലാതെ ആ ഒരു സ്ട്രാറ്റജിയിൽ തന്നെ വരുന്നവരുണ്ട്. അപ്പൊ ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ MTS എക്സാമിന് മറ്റ് എക്സാംസിനെ പോലെയല്ല, മാത്സും റീസണിങ്ങിനും അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇവിടെ നമ്മൾ സ്കോർ ചെയ്യണം, നമ്മൾ ലിസ്റ്റിൽ കയറണം, നമുക്ക് ജോലി കിട്ടണമെങ്കിൽ നമ്മൾ ഏത് ഭാഗമാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? GK, അതുപോലെ തന്നെ ഇംഗ്ലീഷ് അല്ലെ. അപ്പൊ GK എങ്ങനെ നോക്കണം, ഏതൊക്കെ സെഷൻ കോൺസെൻട്രേറ്റ് ചെയ്യണം, അതുപോലെ കറണ്ട് അഫയേഴ്സ് എവിടെയൊക്കെ നോക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം, ഏതൊക്കെ പോയിന്റുകളാണ് കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടത്, എത്ര മാസത്തെ പഠിക്കണം, അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി വരേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് എന്ത്? ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു. കാരണം പഠിച്ചു കഴിഞ്ഞാൽ, നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ ഫുൾ മാർക്കും 25 ചോദ്യങ്ങളും തന്നെ 75 മാർക്കും അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ലഭിക്കാൻ പറ്റുന്ന ഒരു സെറ്റാണ് ഏത്? ഇംഗ്ലീഷ് സെഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇംഗ്ലീഷിൽ ഇനി വരുന്ന കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫുള്ളും റെഡിയാക്കി എങ്ങനെ ഫുൾ സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഷനിൽ നോക്കാം. അപ്പൊ നമുക്ക് ഇനി വരുന്ന നമ്മുടെ എക്സാം ടാർജറ്റിൽ ഇംഗ്ലീഷ് നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം, 3 ടാർജറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. അപ്പൊ എന്താണ് 3 ടാർജറ്റുകളായിട്ട് നമുക്ക് ഇംഗ്ലീഷിനെ ഡിവൈഡ് ചെയ്യാം. 3 ടാർജറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ടാർജറ്റ് നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ്? ബേസ് അറിഞ്ഞിരിക്കണം, ചാപ്റ്റേഴ്സ് അറിഞ്ഞിരിക്കണം. സോ ചാപ്റ്റേഴ്സ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ വെർബ് എന്താണ്, പ്രോനൗൺ, നൗൺ, അതൊക്കെ നോക്കുക മീൻസ് ഈ നടക്കുന്ന കാര്യമില്ല. അപ്പൊ അത് മാറ്റി വെച്ചിട്ട് നമ്മുടെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഈ തന്നിട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട്. ഇതിൽ നിന്നുമാണ് നിങ്ങളുടെ ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് PYQs വെച്ച് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്ന നോട്ട്സ് വെച്ച് പഠിക്കാം. ജസ്റ്റ് PYQs മാത്രം വെച്ചിരുന്നാൽ പോലും നിങ്ങൾക്ക് ഇത് പഠിക്കാനായിട്ട് പറ്റും. നിങ്ങൾ എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണം? ഇത്രയും ഭാഗങ്ങൾ, ഇത്രയും ടോപ്പിക്കുകൾ, ഒരു 15-ഓളം ടോപ്പിക്കുകൾ ഉണ്ട്. സോ ഇത് ഡിവൈഡ് ചെയ്യുക, 5 വെച്ച് ഡിവൈഡ് ചെയ്ത് ഒരു 3 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 5 ദിവസം കൊണ്ട് ഈ ചാപ്റ്റേഴ്സ് ഇത്രയും നിങ്ങൾ കവർ ചെയ്യുക. ഇത് നിങ്ങളുടെ PYQsോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ജസ്റ്റ് ഇതിന് യൂട്യൂബ് വീഡിയോസ് കാണും, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം മതി ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട്. സോ അത് വെച്ചിട്ട് ഒരു എന്താണ് 3 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് 5 ദിവസം കൊണ്ട് ഇത് ഫുള്ള് നിങ്ങൾ കവർ ചെയ്യുക. നിങ്ങൾക്കറിയാം സ്പോട്ടിംഗ് എറർ, സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഫില്ലപ്പ്, അപ്പോൾ എന്താണ് ഇതെല്ലാം എറർ സെഷനിൽ വരുന്നതാണ് അല്ലേ, സെന്റൻസ് എററിൽ വരുന്ന കാര്യങ്ങളും. 1 വേർഡ്, ഇഡിയം, സിനോണിം, ആന്റണിം, ഫ്രേസൽ വെർബ് ആണ്, അതൊക്കെ നമ്മുടെ വൊക്കാബിന്റെ ഏരിയയിൽ വരുന്നതാണ്. ദെൻ വോയിസ്, നറേഷൻ അല്ലെ. ദെൻ ക്ലോസ് ടെസ്റ്റ്, പാരാജമ്പിൾ, റീഡിംഗ് കോംപ്രിഹെൻഷൻ, ഈ 3 കാര്യങ്ങൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാണ്. ക്ലോസ് ടെസ്റ്റ്, പാരാജമ്പിൾ, റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഇപ്പോ നമ്മുടെ എക്സാമിന്റെ ഒരു ട്രെൻഡ്, റീസെന്റ് ആയിട്ടുള്ള നടന്ന എക്സാം ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് എക്സാം കുറച്ച് ഒന്ന് ലെങ്തി ആവുന്നുണ്ട്. അതായത് ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കാൻ കുറച്ച് ടൈം എടുക്കുന്നു. ഒരു 8 മിനിറ്റ് കൊണ്ട് വായിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ 8 മിനിറ്റ് കൊണ്ട് ഫുൾ ക്വസ്റ്റ്യൻസ് ഒന്ന് ഓടിച്ച് നോക്കാൻ പറ്റുമെങ്കിൽ ഇപ്പൊ ആ ടൈം ഒരുപാട് 1 മിനിറ്റ് കൊണ്ട് നേരത്തെ വായിക്കാൻ പറ്റിയിരുന്ന ക്വസ്റ്റ്യൻസ് ഇപ്പൊ 5 മിനിറ്റ് വരെ, ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 3 മിനിറ്റ് വരെ ക്വസ്റ്റ്യനകത്ത് നിങ്ങൾ കളയേണ്ടി വരുന്നത്. അതായത് ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആവുന്നുണ്ട്. അപ്പോൾ ലെങ്തി ആകുമ്പോൾ നമ്മുടെ എന്ത് സ്കില്ലാണ് അവിടെ നമ്മൾ വായിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇനിയുള്ള എക്സാം വരെയുള്ള ദിവസങ്ങളിൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ അല്ലെങ്കിൽ റീഡിങ്ങിന് കുറച്ചധികം സമയം കൊടുക്കുക. ഇപ്പോൾ ഉള്ള നമ്മുടെ വെണ്ടർ ചേഞ്ച് ആയതിനു ശേഷം നടന്ന ഇപ്പൊ CGL എക്സാം ഒക്കെ ആണെങ്കിലും അതിൽ റീഡിംഗ് കോംപ്രിഹെൻഷന് അധികം എന്താണ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നിങ്ങൾ വായിക്കാനുള്ള സ്പീഡ് ഉണ്ടെങ്കിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. സോ ഇത് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്ത് നിങ്ങൾ പഠിക്കുക. ക്ലോസ് ടെസ്റ്റ്, പാരാജമ്പിൾ, റീഡിംഗ് കോംപ്രിഹെൻഷൻ കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുക. ഡെയിലി വായിക്കുക, വായിച്ചത് പ്രാക്ടീസ് ചെയ്യുക. PYQs ആണെങ്കിൽ ജസ്റ്റ് റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജസ് കൊടുത്താൽ പോലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പൊ അത് നോക്കാം.
ദെൻ സ്പെല്ലിംഗ് കറക്ഷൻ, നമ്മുടെ സ്പോട്ടിംഗ് എറർ സ്പെല്ലിംഗ് കറക്ഷൻ എന്ന് പറഞ്ഞ സെറ്റ്, അതിൽ നിന്നും എന്തായാലും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ വൊക്കാബ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ സ്പെല്ലിംഗ് നോക്കി പഠിച്ചാൽ ആ ഒരു സൈഡിൽ നിന്ന് ക്ലിയർ ആയി കിട്ടും. ദെൻ ഫ്രേസൽ വെബ്സ് നമ്മുടെ വൊക്കാബിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഡിവൈഡ് ചെയ്ത് വെച്ച് ആദ്യത്തെ ഒരു 5 ദിവസം കൊണ്ട് ഇത് ഓളായിട്ട് PVQ ബേസ് ചെയ്തിട്ടെങ്കിൽ നിങ്ങളത് കവർ ചെയ്യുക. അപ്പൊ ഏകദേശം നിങ്ങളുടെ ടോപ്പിക്കുകൾ കവറായി. ഇനി സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ എന്ത് നോക്കാം, ഇതിന്റെ വൺ ഷോട്ടുകൾ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കും. നമുക്ക് വേണ്ട ഗ്രാമറിന്റെ വൺ ഷോട്ട് ഒന്ന് റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ വൊക്കാബ് അല്ലെ, നമ്മൾ പറഞ്ഞു ഇഡിയം ഉണ്ട്, ഫ്രേസസ് ഉണ്ട്, ആന്റണിം ഉണ്ട്, സിനോണിം ഉണ്ട്. ഇതൊക്കെ നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വൊക്കാബ് അവിടെ സെറ്റായി വരും. അതുപോലെ ഇമ്പോർട്ടൻസ് ആണ് റീഡിങ്ങിന് ഇമ്പോർട്ടൻസ്, റീഡിങ് ടൈപ്പും ചെയ്ത് നോക്കുക. അപ്പൊ ഇത് മൂന്നും ആ നെക്സ്റ്റ് ടൈമിൽ, ആ നെക്സ്റ്റ് 5 ഡേയ്സിൽ നിങ്ങൾ ഈ ഒരു വൺ ഷോട്ട് റിവിഷൻ കൊടുക്കുക. ഇത് ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി നോക്കിയതാണ്, ഒന്ന് ജസ്റ്റ് കൂടി റിവൈസ് ചെയ്യാൻ. ഫൈനൽ ടച്ചും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്, മോക്ക് ടെസ്റ്റ് ആണ്. നമ്മുടെ ആദ്യത്തെ PVQ, നമ്മളെ ചാപ്റ്റർ വൈസ് പഠിക്കാൻ നിങ്ങൾക്ക് PVQs നോക്കിയാൽ മതി, മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലും മതി. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ മാക്സിമം റീസണിങ്ങും അതിൽ കവർ ആയിക്കോളും. മോക്ക് ടെസ്റ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കവർ ആയിക്കോളും അല്ലെ. സെക്ഷൻ ഇംഗ്ലീഷ് ചെയ്യുമ്പോൾ സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കാം. അപ്പൊ ഈ മോക്ക് ടെസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ എന്താണ്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, ഇന്ന് നമ്മളെ തന്നെ അനലൈസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്തേ പറ്റുള്ളൂ, മോക്ക് ടെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയാണ് എന്ത്, മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, അതിന്റെ അനാലിസിസ്. അപ്പൊ ഒരു 10 ദിവസം കൊണ്ട് നിങ്ങളുടെ ടോപ്പിക്കും കാര്യങ്ങളെല്ലാം കവറായി. അടുത്ത 5 ദിവസം മിനിമം 10 മോക്ക് ടെസ്റ്റുകൾ എങ്കിലും ചെയ്ത് നോക്കുക. മോക്ക് ടെസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അതിന്റെ അനാലിസിസും പോകണം. ഉറപ്പായിട്ടും ഈ ഒരു സെഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ 3ാമത്തെ ടാർഗറ്റ് എന്താണ്, മോക്ക് ടെസ്റ്റ് ആണ്. അപ്പൊ ഇത് ഓൾറെഡി ഇത് കറക്റ്റ് ആയിട്ട് റെഗുലർ ആയിട്ട് കുറച്ച് നല്ല രീതിയിൽ ചെയ്താൽ തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് സൈഡിന്റെ ഒരു 75% എബവ് നിങ്ങൾക്ക് സെറ്റ് ആണ്. ഓൾറെഡി പഠിച്ചൊക്കെ വെച്ചിരിക്കുന്നവരാണ്, കുറച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ 95% ഓക്കെ ആയിരിക്കും. അല്ല സ്റ്റാർട്ടേഴ്സ് ആണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജിയിൽ കുറച്ച് കൂടുതൽ ടൈം കൊടുക്കേണ്ടി വരും, കുറച്ച് കൂടുതലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി വരും, നന്നായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കേണ്ടി വരും. അപ്പൊ നല്ല രീതിയിൽ ഈ ഒരു പാറ്റേണിൽ നോക്കി ലാസ്റ്റ് ആ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങളിൽ വന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. 5 ദിവസം കൊണ്ട് സബ്ജക്ട്, നെക്സ്റ്റ് ഡേയ്സിൽ അതൊന്ന് റിവൈസ് ചെയ്യുക. നെക്സ്റ്റ് 5 ഡേയ്സ് മോക്ക് ടെസ്റ്റുകൾ മാത്രം. ഇത് ഇംഗ്ലീഷിന് മാത്രമല്ല, എല്ലാ ടോപ്പിക്കിനും ഈ ഒരു മോക്ക് ടെസ്റ്റ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുക, ചെയ്ത് ഇംഗ്ലീഷ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഇനി മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്, മോക്ക് ടെസ്റ്റിന് അനാലിസിസ് തന്നെ പോകാൻ പറ്റില്ല, ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ ബെനിഫിറ്റ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ SSC MTS ഒരു ഷോർട്ട് ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 20 ഫുൾ ലെന്ത്, അതായത് 20 മോക്ക് ടെസ്റ്റുകൾ നിങ്ങളുടെ എക്സാം പാറ്റേണിൽ, എക്സാം ഓറിയന്റഡ് ആയിട്ട് അതേ രീതിയിൽ തന്നെ 20 ഫുൾ ലെന്ത് ടെസ്റ്റുകൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന 20 ടെസ്റ്റുകളും അതിന്റെ സെലക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ അനാലിസിസ് സെഷൻ, ഒരു ക്രാഷ് സെഷനും കൂടി നിങ്ങൾക്ക് ഉണ്ട്. അപ്പൊ എന്നാലും നിങ്ങൾ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോവുക. ഈ വർഷം ലിസ്റ്റിൽ എന്തായാലും പേര് വരട്ടെ. അപ്പൊ ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്